കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം. മനുഷ്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തന്നെ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. ദുരിതങ്ങളും ക്ലേശങ്ങളും മനുഷ്യ ജീവിതത്തിൽ വളരെയധികം കാണുന്ന ഒരു അവസ്ഥയാണല്ലോ. മനുഷ്യന് എപ്പോഴും ദൈവത്തെ ആവശ്യമായിരിക്കുന്നത് അവരുടെ പ്രതിസന്ധികളിൽ നിന്നും കരകയറുവാൻ വേണ്ടിയാണ്. പല ആളുകളും ദൈവത്തെ വിളിക്കുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ്. പക്ഷേ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം മനുഷ്യനോട് പറയുന്നത് മനുഷ്യരുടെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടങ്ങളും പ്രയാസങ്ങളും കാണും. ഒരിക്കലും മനുഷ്യർക്കത് ഒഴിവാക്കാൻ കഴിയുന്നതായ കാര്യമല്ല. ദൈവം ഒരിക്കലും വ്യാജം പറയില്ല. ദൈവം എപ്പോഴും സത്യമേ പറയുള്ളൂ. കാരണം അവൻ നീതിയുള്ളവനും സത്യമുള്ളവനുമാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിക്കാൻ ആഗ്രഹിക്കുന്നതായ വേദഭാഗം യെശയ്യാ പ്രവചനം 43 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളാണ്. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഇരിക്കും. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവികയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കയില്ല. ഇവിടെ ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ കടന്നു പോകേണ്ടി വരുന്നതായ ചില പ്രതിസന്ധികളാണ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം ഇവിടെ സൂചിപ്പിക്കുന്നു. ഒന്ന്, നീ വെള്ളത്തിൽ കൂടെ കടക്കും. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നു, നീ തീയിൽ കൂടെ നടക്കേണ്ടി വരും. ഈ 2 സാഹചര്യങ്ങളെക്കുറിച്ച് ദൈവം മനുഷ്യരോട് സംസാരിക്കുക. പക്ഷേ 1-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇവിടെ യാക്കോബ് എന്ന് ദൈവം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം അവിടെയുണ്ട്. ഒരാളുടെ 2 പേരാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, യാക്കോബ് ഇസഹാക്കിന്റെ മകനാണ്. ഇസഹാക്ക് മകനിട്ട പേര് യാക്കോബ് എന്ന. എന്നാൽ ദൈവം അവന് ഇസ്രയേൽ എന്ന് പേരിടുവാനിടയായി തീർന്നു. ആ പേരിലാണ് ഇസ്രയേൽ എന്ന രാജ്യം ഇപ്പോൾ അറിയപ്പെടുന്നത്. 2 പേരുകൾ ദൈവം ഇവിടെ ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കുന്നു. യാക്കോബെ, ഇസ്രയേലെ. 2 അവസ്ഥകളെ കാണിക്കുകയാണ്. ഒന്ന്, ഇസഹാക്കിന്റെ മകനായ യാക്കോബ്, ദൈവം തിരഞ്ഞെടുത്തതായ മകൻ. എന്നാൽ പിന്നീട് അവന്റെ ജീവിതത്തിന്റെ വളരെ നിർണായകമായ സന്ദർഭത്തിൽ തനിക്കൊരു രൂപാന്തരം വരണം, തനിക്കൊരു വ്യത്യാസം വരണം. മുമ്പോട്ടുള്ള തൻ്റെ ജീവിതത്തിൽ താൻ നേരിടുന്ന ഭയങ്ങളുടെയും പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ പേര് മാറ്റി ഇസ്രായേൽ എന്നാക്കി ദൈവം അവനെ അനുഗ്രഹിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്, പേർ ചൊല്ലി വിളിച്ചവനായ യഹോവ. അപ്രകാരം ദൈവം തിരഞ്ഞെടുത്തതായ ഒരുവനെ കുറിച്ച് ദൈവം പറയുന്നു, നീ ഭയപ്പെടേണ്ട. ജീവിതത്തിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന തീയ്, വെള്ളം, സമുദ്രങ്ങൾ, ഇവിടെ നടുവിൽ നിങ്ങൾ ഭയപ്പെട്ടു പോകണ്ട. കാരണം നിങ്ങൾക്കായി ഒരു ദൈവമുണ്ട് എന്നുള്ള സന്ദേശമാണ് നമുക്ക് ഈ വാക്യത്തിൽ കാണാൻ കഴിയുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയും. പക്ഷേ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കില്ല. എന്നാൽ പ്രശ്നങ്ങളെക്കാൾ ഉപരി നിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവം നിനക്കായി ഉണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കാനും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ദൈവം ഇവിടെ പറയുന്ന ചില ഉറപ്പുകളുണ്ട്. അത് നമുക്കിവിടെ വായിക്കാൻ കഴിയുന്നുണ്ട്. നീ വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ സമയങ്ങളിൽ നീ ഒറ്റയ്ക്കല്ല, നിന്നോടുകൂടെ ദൈവമുണ്ട്. നീ നദികളിൽ കൂടെ കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തുപോകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. കാരണം ഞാൻ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. യേശു പടകിലുണ്ടായിരുന്നതുകൊണ്ട് ആ ശിഷ്യന്മാർ ആ കടലിൽ മുങ്ങിപ്പോയില്ല. ശദ്രക, മേശക, അബേദ്നെഗോ എന്ന ബാലന്മാർ, അവർ തീയിൽ നെബൂഖദ്നേസർ ചക്രവർത്തിയാൽ എറിയപ്പെട്ട് അവർ വെന്തുപോകുമെന്ന് ലോകം മുഴുവനും ചിന്തിച്ചപ്പോൾ ആ സ്ഥാനത്ത് 4-മനായി ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചവനായ ദൈവം ഇന്നും നമ്മോടുകൂടെയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ കർത്താവിൽ ബലപ്പെടുക. ദൈവത്താൽ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനപ്രകാരം നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ദൈവം നിങ്ങളോടുകൂടെ ഉണ്ട്. ലോകാന്ത്യത്തോളം അവൻ നമ്മോട് കൂടെയുണ്ട്. അവൻ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ വചനങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് തരുന്ന അഷ്വറൻസിനായി സ്തോത്രം. കർത്താവേ, നിന്റെ വാഗ്ദത്തങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനത്താൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ,
ആമേൻ, ആമേൻ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.